മാമ്പഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാ വീട്ടിലും മാമ്പഴത്തിന്റെ തൃശ്ശൂർ പൂരമായിരിക്കും. കറികളിലെ രാജാവായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇല്ലാതെ നമുക്ക് എന്ത് മാമ്പഴക്കാലം. അപ്പോൾ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായി പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് തൊലി ഇരിഞ്ഞു വെച്ചിരിക്കുന്ന മാമ്പഴമാണ് ഇടുന്നത്. നല്ല പഴുത്ത മാമ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടാണ് ചേർക്കുന്നത്. മധുരത്തിനായി ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം നല്ലതുപോലെ വറ്റി വരണം. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. അത് അവിടെ ഇരുന്ന് വേഗട്ടെ. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചിരിക തേങ്ങയിലേക്ക് 1 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ല വടിക അരച്ചെടുക്കണം. അത് അവിടെ ഇരുന്നോട്ടെ. മാങ്ങ എന്തായെന്ന് നോക്കാം നമുക്ക്. ഇത് വെള്ളമൊക്കെ ഇനിയും വറ്റാനുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതിലേക്ക് അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ അരപ്പിന്റെ പച്ച മണം മാറുന്നത് വരയ്ക്കും ഒന്ന് തുറന്ന് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം മുഴുവനും വറ്റിക്കണം എന്ന് പറയാൻ കാരണം നമ്മൾ തൈരും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ലൂസായി പോകും. അപ്പോൾ ആ പുളിശ്ശേരിന്റെ തിക്നെസ് കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് തൈരും കൂടാണ് ചേർക്കുന്നത്. തൈര് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. തീ സിമ്മിലേക്ക് വെക്കണം. ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.